Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുരിങ്ങക്ക മപ്പാസിന്റെ റെസിപ്പി കാണാം. മപ്പാസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് ചേർക്കും. ഒപ്പം തന്നെ 2 പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി സ്ലൈസ് ചെയ്ത് നീളത്തിലരിഞ്ഞത്. ഇത്രയൊന്ന് വഴറ്റുക. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് ഇത് വഴലുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനായിട്ടുണ്ട്. ഒരു 6 അല്ലി ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടെ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. നല്ലതായിട്ട് അരച്ചെടുത്തു. ഇതിനകത്തേക്ക് ചേർക്കാം. ഈ അരച്ച് വെച്ച മിക്സർ നന്നായിട്ടൊന്ന് വഴറ്റുക. 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. പച്ചമണം ഒന്ന് മാറണം. ഒരു 2 മിനിറ്റ് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചേർക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ചെറിയ ടൊമാറ്റോ ആണ്. ഒരു മീഡിയം സൈസിലൊക്കെയുള്ള ടൊമാറ്റോ എടുക്കുന്നതെങ്കിൽ എപ്പോഴും അതിൻ്റെ പകുതി നമുക്ക് മതിയാവും. നന്നായിട്ടൊന്ന് വഴലണം. മുരിങ്ങക്ക എടുത്തേക്കുന്ന 2 മീഡിയം സൈസിലുള്ള മുരിങ്ങക്കയാണ്. അളന്ന് നോക്കിയാൽ ലേശം ഒരു 3/4 കപ്പ് സ്ലൈസ് ചെയ്ത് മുരിങ്ങക്ക ഉണ്ടാവും, മുറിച്ച മുരിങ്ങക്ക ഉണ്ടാവും. മുരിങ്ങക്ക ചേർത്ത് ഒന്ന് വഴറ്റുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഉപ്പ് ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു 2-3 മിനിറ്റ് വഴറ്റുക. ഈ മസാല നന്നായിട്ട് മുരിങ്ങക്കയിൽ പിടിക്കണം, അതുവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ 2-3 മിനിറ്റ് നമ്മൾ മുരിങ്ങക്ക ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ ആദ്യം ചേർക്കേണ്ട 2-ാം പാലാണ് ഈ മുരിങ്ങക്ക കുക്ക് ചെയ്യാനായിട്ട്. 2-ാം പാല് 1.25 കപ്പോളം ഉണ്ട്. ഇപ്പോൾ 2-ാം പാലിൽ കിടന്ന് മുരിങ്ങക്ക വേവണം. നമുക്കിതിനകത്തേക്ക് കുറച്ചൊരു ഗരം മസാലയും കൂടെ ചേർക്കാനായിട്ടുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി ഗരം മസാല. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് തീ കുറച്ച് വേവിക്കാനായിട്ട് വെക്കാം. 10 മിനിറ്റോളം നമ്മൾ ചെറിയ തീയിൽ കുക്ക് ചെയ്യുമായിരുന്നു. അപ്പം മുരിങ്ങക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് 1-ാം പാല് ചേർക്കാം. 1-ാം പാല് 1/2 കപ്പ് നല്ല തിക്ക് കോക്കനട്ട് മിൽക്കാണ് ചേർത്തേക്കുന്നത്. ഇനി ഒന്ന് ചൂടായാൽ മതി. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് 1.5 കപ്പ് തേങ്ങയാണ്. അപ്പോൾ 1.5 കപ്പ് തേങ്ങയിലേക്ക് ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതാണ് 1-ാം പാൽ. അതാണ് നമ്മളിപ്പോൾ ചേർത്തത്. ഒരു 1/2 കപ്പ് 1-ാം പാൽ. ആ സെയിം തേങ്ങാപ്പീരയിലേക്ക് നമ്മൾ വീണ്ടും 1 കപ്പ് 1-1.25 കപ്പോ വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതാണ് 2-ാം പാൽ. അങ്ങനെയാണ് നമ്മൾ 1ഉം 2ഉം പാൽ എടുത്തത്. ഇത് ചൂടായ ശേഷം നമ്മൾ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിനകത്തേക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇതിലേക്ക് 2 ചുവന്നുള്ളി. ചുവന്നുള്ളി ഒന്ന് ബ്രൗൺ ആകുമ്പോൾ
ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ കറിവേപ്പില ചേർക്കാം. ഒപ്പം 2 വറ്റൽമുളക് ഒന്ന് കീറിയേച്ചിടാം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന കറിയിലേക്ക് ഇത് ചേർക്കാം. അതിൻ്റെ ഫ്ലേവർ എല്ലാം നന്നായിട്ട് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് നടച്ച് സെർവിങ് ബോളിലേക്ക് ആക്കാം. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയേക്കുന്നത്. ആവശ്യത്തിന് തിക്നെസ് ഉണ്ട്. മുരിങ്ങ വെന്തുടയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കുക്ക് ചെയ്തേക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രിഞ്ചോൾ വെച്ചിട്ടോ ഒക്കെയും കറി ഉണ്ടാക്കാം. വെണ്ടയ്ക്ക വെച്ച് നമ്മളൊരു മപ്പാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങ മപ്പാസ് റെഡിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറിയാണ്. ഞാൻ ഇന്ന് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് തേങ്ങ അരച്ചിട്ടാണല്ലോ. അതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പൊടി വെച്ചിട്ട് മിൽക്ക് പൗഡർ കിട്ടുമല്ലോ, കുക്കറിഡ് മിൽക്ക് പൗഡർ കിട്ടും, അത് വെച്ചിട്ടും നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. മട്ടയരിച്ചോറും ചമ്മന്തിയും ഈ ഒരു കറിയും കൂടെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് നമുക്ക് പല ഏരിയയിൽ പല പേരിൽ പറയാറുണ്ട്. തേങ്ങാപ്പാൽ കറി എന്ന് പറയും, മുരിങ്ങയ്ക്ക പാൽ കറി എന്ന് പറയും, മുരിങ്ങയ്ക്ക മപ്പാസ് എന്ന് പറയും, മുരിങ്ങയ്ക്ക കറി എന്നും പറയാറുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.